ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടൊരു മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കളറ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം കൂടി പോകരുത് കേട്ടോ, കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ചൊരു തിക്കായിട്ടുള്ള ബാറ്ററാണ് ഈ ഒരു സ്നാക്കിന് വേണ്ടത്. അപ്പോൾ അത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് ലൂസായിട്ടും വേണ്ട, എന്നാൽ ഒരുപാട് തിക്കായിട്ടും വേണ്ട. നമ്മൾ പഴംപൊരിക്കൊക്കെ മാവ് തയ്യാറാക്കില്ലേ, ആ ഒരു ലൂസിൽ മതി. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിലുള്ള 3 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരുപാട് വലിയ ആ ഒരു സൈസിലുള്ള ബ്രെഡ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഏറ്റവും ചെറിയ ബ്രെഡ് തന്നെയാണ് കേട്ടോ നല്ലത്, കാരണം നമുക്കത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ബ്രെഡിനെ ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഇഞ്ച് വീതിയിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ, പെട്ടെന്ന് മുറിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മൾ ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കുമ്പോൾ മുറിഞ്ഞു പോകാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ബ്രെഡിൻ്റെ സൈഡൊന്നും ബ്രൗൺ കളറിലുള്ള ആ ഒരു ഭാഗമൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അതുണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് കുറച്ചൊരു ബലം കിട്ടുള്ളൂ കേട്ടോ ബ്രെഡിന്. അപ്പോൾ അതും കൂടെ ആയിട്ട് തന്നെ ഞാൻ ഒരു ബ്രെഡിനെ ഇതുപോലെ ഒരു 5 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ ബ്രെഡിൻ്റെ പീസും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ മുക്കിയതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു ബാറ്ററിൽ ഒരുപാട് സമയം ഇങ്ങനെ മുക്കി വെക്കരുത് കേട്ടോ, പെട്ടെന്ന് തന്നെ മുക്കിയിട്ട് പെട്ടെന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ പെട്ടെന്ന് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്, അല്ലെങ്കിൽ ഇത് മുറിഞ്ഞു പോവും. ഇനി നമുക്ക് സാധാരണ പഴംപൊരിയൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. പിന്നെ ഇതങ്ങനെ ലോ ഫ്ലെയിമിൽ ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കാരണം ഇതിൻ്റെ ഉള്ളിൽ വേവാനൊന്നുമില്ല. ഈ പുറം ഭാഗത്തുള്ള ഈ ഒരു ബാറ്റർ മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ പൊരിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കോരിയെടുക്കാം. ഈ ഒരു കളറായിട്ട് വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പീസും കൂടി നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ മുഴുവൻ ബ്രെഡും ഇപ്പോൾ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടാലൊരു പഴംപൊരിയുടെ ലുക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പഴമാണോ ബ്രെഡാണോ ഒന്നും അറിയില്ല കേട്ടോ. ബ്രെഡാണ് ഇതിൻ്റെ ഉള്ളിൽ മുക്കി പൊരിച്ചിട്ടുള്ളതൊന്നും അറിയാൻ പറ്റില്ല. അതിൻ്റെക്കാളും നല്ലൊരു ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ പഞ്ചസാര മുഴുവനായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്കൊരു 1/4 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പഞ്ചസാര കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് തിക്കാക്കിയെടുക്കാം. പഞ്ചസാര ഒന്ന് തിളച്ച് കുറുകി വരണം കേട്ടോ, ഒന്ന് ഒട്ടുന്ന ആ ഒരു പരുവത്തിലായി വന്നാൽ മതി. ആ ഒരു പരുവത്തിൽ നമുക്ക് ഇതെടുത്തിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിർബന്ധമല്ല. എന്നാലും കുട്ടികൾക്ക് കുറച്ചും കൂടെ ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അതുപോലെ കുറച്ചും കൂടെ ഒരു സ്വീറ്റായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചിട്ട് കൊടുക്കാം.
ഇനി കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് കളറിലുള്ള കോക്കനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് കളറിൽ റെഡ് കളർ മിക്സ് ചെയ്തെടുത്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്